വലിയ കഷ്ടപ്പാടും മെനക്കേടൊന്നും കൂടാതെ എല്ലാ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന 30:30:30 റൂളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിലെ ആദ്യത്തെ 30 എന്ന് പറയുന്നത് 30 ദിവസം നമ്മൾക്ക് വീട്ടിൽ നിന്നും നമുക്ക് ആവശ്യമില്ലാത്ത കുറേ നാളായിട്ട് ഉപയോഗിക്കാത്ത സാധനങ്ങൾ എടുത്ത് കളയുക എന്നതാണ്. ഒരു ദിവസം 30 സാധനം കളയുക എന്ന് വെച്ചാൽ 30 എന്നത് വലിയൊരു കൗണ്ടായി നമുക്ക് തോന്നും. ഉദാഹരണത്തിന് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഹാൻഡ് ബാഗ് ഇല്ലേ, അത് തുറന്നാൽ തന്നെ നമുക്കൊരു 15-20 സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് ബസ് ടിക്കറ്റ് ആകാം, ട്രെയിൻ ടിക്കറ്റ് ആകാം, മിഠായി കവറാകാം, ടിഷ്യൂ പേപ്പർ ആകാം, പച്ചക്കറിയുടെ ബില്ലാകാം, നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് എഴുതി കൊണ്ടുപോയ ബില്ലാകാം. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ആ ബാഗിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് എത്ര സമയം വേണം? അതേപോലെ തന്നെ നമ്മളെ വീട്ടിലെ കബോർഡ് തുറന്നാൽ ബാക്കി 15 സാധനങ്ങൾ കൂടി നമുക്ക് കിട്ടും. ഇതേപോലെ കറണ്ട് ബില്ല്, അങ്ങനെ പല പല സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ആദ്യത്തെ 30 എന്നത് നമുക്ക് കളയാൻ പറ്റും അല്ലേ? അടുത്ത 30 നമ്മുടെ വീട്ടിൽ സ്ഥാനം മാറി നിൽക്കുന്ന 30 സാധനങ്ങൾ ശരിക്കും എടുത്തു വെക്കുക. അത് വലിയൊരു ആനക്കാരിയൊന്നല്ല. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സോഫയിൽ തുണി നേരെ വിരിച്ചിടുക, സെറ്റിൽ 2 ക്യൂഷൻ ഉണ്ടെങ്കിൽ അത് 2 എടുത്തിടുമ്പോൾ അതെന്തായി 2 ആയില്ലേ? അങ്ങനെ അതുപോലെ ടേബിളിൽ ന്യൂസ് പേപ്പറോ, TV സ്റ്റാൻഡിൽ വെച്ച റിമോട്ട്, പിന്നെ ഡെക്കർ ഐറ്റംസ്, പിന്നെ റൂമിൽ ബെഡ്ഷീറ്റ്, തലയിണ കവറ്, പിന്നെ ചെയർ, അങ്ങനെ ഓരോന്നും ചിലപ്പോൾ സ്ഥാനം മാറി കിടക്കുന്നുണ്ടാവും. ഒരു ദിവസം നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും 30 സാധനങ്ങൾ നമ്മൾ എടുത്ത് നേരെ വെക്കുക. അപ്പോൾ ഈ 30 എന്ന് പറയുന്ന സംഖ്യ വളരെ ചെറുതല്ലേ? അതായത് നേരത്തെ പറഞ്ഞ സോഫയിലെ കുഷ്യൻ നേരെയാക്കി വയ്ക്കാൻ എത്ര സമയം വേണം? ടിവിയുടെ റിമോട്ട് ചിരിഞ്ഞിരിക്കുക നേരെയാക്കി വയ്ക്കാൻ എത്ര സമയം വേണം? അപ്പോൾ 30 എന്ന് പറയുമ്പോൾ വലിയ സംഖ്യയായിട്ട് ആദ്യം നമുക്ക് തോന്നും. പക്ഷെ മൊത്തത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കുമ്പോൾ കൂടിപ്പോയാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് 30 സാധനങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ വൃത്തിക്ക് തരുന്ന എഫക്റ്റും ഭയങ്കരമായിരിക്കും. ഇനി അടുത്ത 30 വീട്ടിലെ കൗണ്ടർ ടോപ്പ്, വാതിലുകൾ, ജനലുകൾ, TV സ്റ്റാൻഡ്, ലൈറ്റ് ഇടുന്ന സ്വിച്ച് ബോർഡ്, അതുപോലെ ചെറിയ ചെറിയ 30 സാധനങ്ങൾ കണ്ടുപിടിച്ച് വൃത്തിയാക്കൽ. നേരത്തെ പറഞ്ഞ പോലെ സ്വിച്ച് ബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ കൂടിപ്പോയ 2 മിനിറ്റ് മതി. ഇതേപോലെ എല്ലാ ദിവസവും ചെയ്തു പോവുകയാണെങ്കിൽ ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയാക്കാൻ നമുക്ക് വെറും 2 മിനിറ്റ് പോലും വേണ്ടി വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 30:30:30 റൂൾ എന്നത് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആകെ അരമണിക്കൂർ മാത്രം മതിയാകും. അതുപോലെ ഡെയിലി ഈ 30:30:30 റൂള് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ക്ലീൻ ആയിട്ടുള്ള വീട് നമുക്ക് കിട്ടുകയും ചെയ്യും. അടുത്തതായി ജപ്പാൻകാർ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, റോട്ടറി ബോക്സ് മെത്തേഡ്. എന്ന് വെച്ചാൽ അവർ ഈ 30:30:30 റൂള് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ എല്ലാം അടുക്കി പെറുക്കി വൃത്തിയാക്കി കഴിയുമ്പോൾ പിന്നെ അവർ അടുത്ത കാലത്ത് യൂസാക്കാത്ത എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതാണ് ഈ റോട്ടറി ബോക്സ് എന്ന് പറയുന്നത്. ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് അവർ അത് ഇട്ട് വയ്ക്കും. എന്നിട്ട് അതിന് ഒരു ഡേറ്റും കൊടുക്കും. ഇന്നത്തെ ഡേറ്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ ഡേറ്റ് മുതൽ 6 മാസത്തിനുള്ളിൽ അവർ ആ ബോക്സിനുള്ളിലെ സാധനങ്ങൾ അവർ യൂസാക്കിയില്ല എങ്കിൽ ചിലപ്പോൾ അത് കളയും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്ക് കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ വേണ്ടാത്ത സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകില്ല. പിന്നെ അവർ ഫോളോ ചെയ്യുന്ന വേറൊരു കാര്യമാണ്, അവർ അവരുടെ ബെഡ്റൂമിൽ കയറുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും സാധനങ്ങൾ സ്ഥാനം തെറ്റിക്കിടക്കുകയാണെങ്കിൽ അത് പിന്നത്തേക്ക് വയ്ക്കാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കില്ല. അപ്പോൾ തന്നെ അവർ ശരിയാക്കി വയ്ക്കും. പക്ഷെ മറ്റുള്ളവർ അങ്ങനെയല്ല ചിന്തിക്കുക. കുറച്ച് കഴിഞ്ഞ് അവിടെ വൃത്തിയാക്കുമ്പോൾ എന്നേരം ചെയ്യാമെന്ന് വെച്ച് മാറ്റി വയ്ക്കും. ജപ്പാൻകാരാണെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വെച്ച് മാറ്റി വയ്ക്കില്ല. അവർ അതൊരു ശീലമാക്കി കൊണ്ടു നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെയെല്ലാം നല്ല വൃത്തിയാണ്. പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ നല്ല വൃത്തിയാക്കി പോയി കിടന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ കിച്ചണിൽ കയറുമ്പോൾ നല്ല ഫ്രഷ് ഫീലായിരിക്കും. നേരെ മറിച്ച് വൃത്തിയാകാതെ കിടക്കുമ്പോൾ നമുക്കൊരു മൂഡ് ഓഫ് ആയിരിക്കും. ആ ദിവസം തന്നെ ശരിയാകാത്ത പോലെ തോന്നും.
രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നല്ല വൃത്തിയുള്ള അടുക്കളയും റൂമൊക്കെ കാണുമ്പോൾ നല്ല ഫ്രഷ് ഫീലായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തും നല്ല ഇമ്പ്രൂവ് ആവും. തുടക്കത്തിൽ 30 എന്ന സംഖ്യയൊക്കെ കേൾക്കുമ്പോൾ 30ഓ അത് വലുതല്ലേ എന്നൊക്കെ തോന്നും. അങ്ങനെ തോന്നുന്നവർക്ക് ഈ 30 ഒരു ശീലമായി കൊണ്ടുപോകണം. അതായത് വലിയ പണിയൊന്നുമില്ലാതെ വീടൊക്കെ വൃത്തിയാക്കി പോകണം എന്നുള്ളവർക്ക് ഈ 30:30:30 റൂളിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 10ഓ 15ഓ ഒക്കെ ആക്കാം. ഇതൊക്കെ ഒരു ശീലമാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് റെഡിയായി വന്നോളും. നമ്മൾ ശീലമാകാതെ വരുമ്പോഴാണ് കുറേ മണിക്കൂർ സമയമെടുത്ത് ക്ലീൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ക്ഷീണമൊക്കെ വരുന്നത്. നമ്മൾ ഈ റൂളൊക്കെ ഫോളോ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അധികം കഷ്ടപ്പാടില്ലാതെ വീടൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കുക.